അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫോട്ടോ റീഅറേഞ്ച്മെൻറ്റ്സ് ആണ്. അതിൽ നമുക്കൊരു 4 റീഅറേഞ്ച്മെൻറ്റ് പഠിക്കാനുണ്ട്. അതായത് ഫോട്ടോളിസിസ് വഴി അല്ലെങ്കിൽ ഫോട്ടോൺസിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റീഅറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ അതിലൊന്നാമത്തെ റീഅറേഞ്ച്മെൻ്റ് ആണ് ഫോട്ടോ-ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ്. ഫോട്ടോസ്-ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റിൻ്റെ ഇക്വേഷനാണുള്ളത്. നമ്മളൊരു ഫീനോൾ എസ്റ്ററാണ് നമ്മൾ എടുക്കുക സാധാരണയായിട്ട്, അല്ലെങ്കിൽ ഒരു സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടായിരിക്കും, കീറ്റോൺസ് ആയിരിക്കും പൊതുവെ എടുക്കുക. അപ്പോൾ ഈ ഫിനോൾ എസ്റ്റർ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ചിട്ട് എസൈൽ ഫീനോൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പോൾ ഈ റീഅറേഞ്ച്മെൻറ്റിൽ ഓർത്തോ എസൈൽ ഫീനോളും പാരാ എസൈൽ ഫീനോളാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ കൂടെ ഫീനോളിൻ്റെ ഒരു മോളിക്യൂളും കൂടെ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഇൻട്രാമോളിക്കുലാർ റീഅറേഞ്ച്മെൻ്റ് ആണ്. അതായത് മോളിക്യൂളുള്ളായിരിക്കും നടക്കുക. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത് ഫീനോക്സി റാഡിക്കൽസും എസൈൽ റാഡിക്കൽസും ആണ്. അപ്പോൾ ഫീനോക്സി റാഡിക്കൽസ് എന്ത് സംഭവിക്കും? ഫീനോൾസ് ആയിട്ട് മാറും. എസൈൽ റാഡിക്കൽസ് ഓർത്തോ എസൈൽ ഫീനോളും പാരാസൈൽ ഫീനോൾസും ആയിട്ട് മാറും. ഇതിലൊരു സോൾവെൻറ്റ് കേജിൻ്റെ ഫോർമേഷൻ ഉണ്ട്. സോൾവെൻറ്റ് കേജ് ഉദ്ദേശിക്കുന്നത് എല്ലാ റാഡിക്കൽസും കൂടെ ഒന്നിച്ച് നിൽക്കുക അത്രേ ഉദ്ദേശിക്കാനുള്ളൂ. ഒരു കേജ് പോലെ ഒരുമിച്ച് നിൽക്കുക അത്രേ ഉദ്ദേശിക്കാനുള്ളൂ. ഈ സോൾവെൻറ്റ് കേജിൽ നിന്ന് എസ്കേപ്പ് അടിച്ചു പോകുന്നത് ഫീനോൾസ് മാത്രമാണ്, ഫീനോക്സി റാഡിക്കൽസ് മാത്രമാണ്. അങ്ങനെയാണ് ഫീനോൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതും കൂടെ മാറിയിട്ട് സൈക്ലൈസേഷൻ അല്ലെങ്കിൽ അരോമാറ്റൈസേഷൻ നടന്നിട്ട് നമ്മുടെ അസൈൽ ഫീനോൾസ് കിട്ടിയേനെ. പക്ഷേ ആ സോൾവെൻറ്റ് കേജിൽ നിന്ന് ഫീനോക്സി റാഡിക്കൽസ് എസ്കേപ്പ് ആവുന്ന സമയത്താണ് അത് ഫീനോൾ മോളിക്യൂൾസ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ മെക്കാനിസം ആണുള്ളത്. അപ്പോൾ മെക്കാനിസം പറയുമ്പോൾ നമ്മൾ റേഡിയേറ്റ് ചെയ്തു, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ നമ്മുടെ റാഡിക്കൽസ്, അതായത് PHO കണ്ടില്ലേ, സിയോൻ്റെ ഇപ്പുറത്തുള്ള ബോണ്ട്, ഓയുടെയും സിയുടെ ഇടയിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഓമ ഒരു റാഡിക്കലുണ്ട്, അതുപോലെ സീമ ഒരു റാഡിക്കലുണ്ട്. അത് സീമ റാഡിക്കൽ വരും, അതിൻ്റെ അപ്പുറത്തുള്ള ഏതാണോ ആറ്റം അതുമ്മയും കൂടെ റാഡിക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ റാഡിക്കൽസൊക്കെ ശരിക്കും ഇവിടെ ബോണ്ട് ഇല്ലെങ്കിലും കമ്പൈൻ ചെയ്തിട്ട് ഒരു സോൾവെൻറ്റ് കേജ് പോലെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി സോൾവെൻറ്റ് കേജിന് എന്ത് സംഭവിക്കും? ആദ്യം രക്ഷപ്പെടുന്നത് ഫീനോക്സി റാഡിക്കൽസ് ആയിരിക്കും. അത് ഫീനോക്സി റാഡിക്കൽസ്, ഇത് നോക്കുക, ഫീനോക്സി റാഡിക്കൽസ് ഫീനോൾസ് ഫോം ചെയ്തു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? എസൈൽ റാഡിക്കൽസ് ഒരെണ്ണം എന്ത് സംഭവിച്ചു? ഇത് നോക്കുകയാണെങ്കിൽ പാരാ പൊസിഷനിൽ ഇപ്പോൾ എടുത്ത നമ്മുടെ കോമ്പൗണ്ട് റിയാക്റ്റൻറ്റിൽ 3 ഡബിൾ ബോണ്ട്, ഫീനോൾ എസ്റ്ററിൽ 3 ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. അതിൽ ആ ഡബിൾ ബോണ്ടിൽ ഒരു സൈഡിലത്തെ ഇപ്പോൾ പാരയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ താഴെ ആണ് ബോണ്ടിങ് ഇല്ലാത്ത, അതായത് അത് റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് പറയും, ഇതിൻ്റെ പാരാ പൊസിഷനിൽ ബോണ്ടില്ലാത്ത പോലത്തെ സിറ്റുവേഷനിൽ റീഅറേഞ്ച് ചെയ്തിട്ട് അവിടുത്തെ ഹൈഡ്രജന് പകരം നമ്മുടെ ഈ മോളിക്യൂൾ വന്നിട്ട് COR ഗ്രൂപ്പ് വന്നിട്ട് എസൈൽ ഗ്രൂപ്പ് വന്നിട്ട് അവിടെ പാരാ അസൈൽ ഫിനോൾ ഫോം ചെയ്തു. ഇനി അതേസമയം ഓർത്തോ പൊസിഷനിൽ ഹൈഡ്രജൻ്റെ സ്ഥലത്തേക്ക് വന്നിട്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓർത്തോ അസൈൽ ഫിനോൾ ഫോം ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് ബോണ്ട് റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കും. അവസാനം ആ എന്താ പറയുക, ബോണ്ടും കൂടെ ഫോം ചെയ്യുന്ന സമയത്ത് ഈ ആദ്യം നമുക്ക് ഇവിടെയൊക്കെ ഡബിൾ ബോണ്ടാണ് ഉള്ളത്. പിന്നെ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റിലെല്ലാതും എന്താണ് OH ആണ് വരിക, ഫിനോൾസ് ആണ് വരിക. അപ്പോൾ ആ ബോണ്ട് 2 ബോണ്ട് ഉണ്ടായിരുന്നു തിരിച്ച് 3 ബോണ്ടിലേക്ക് പോയിട്ട് അത് അരോമാറ്റിക് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള മെക്കാനിസം. ഇതിൽ നമുക്ക് സോൾവെൻറ്റ് കേജ് ഉണ്ട് എന്ന് പറയുന്നതിന് ഒരു തെളിവാണ് നമ്മുടെ ഗേഷ്യസ് ഫേസിൽ നമ്മൾ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ റിസൾട്ട് കിട്ടുക. അത് ഗേഷ്യസ് ഫേസിൽ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഫീനോൾസ് മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതിൽ സോൾവെൻറ്റ് കേജ് ഉള്ളതുകൊണ്ട് ഫീനോക്സൈഡ് ഫീനോക്സി റാഡിക്കൽസൊക്കെ എസ്കേപ്പ് ചെയ്ത് പോയിട്ട് ഫീനോൾസ് മാത്രം ഫോം ചെയ്യും. ബാക്കിയുള്ളത് ഗേഷ്യസ് ഫേസ് ആയതുകൊണ്ട് ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒന്നും ഫോം ചെയ്യില്ല. പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. SO3 ആണ് ഓമ വരുന്ന ഗ്രൂപ്പെങ്കിൽ എന്ത് സംഭവിക്കും? അത് SO3 ഓർത്തോ പൊസിഷനിൽ വരുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും, OH ഉണ്ടാവും, O എന്നുള്ള സ്ഥലത്ത് OH ഉണ്ടാവും. പിന്നെ പാരാ പൊസിഷനിൽ വരുന്ന കിട്ടും, പിന്നെ ഫീനോൾ കിട്ടും. അതേസമയം NHCOR ആണ് വരുന്നത് സംഭവിക്കും. NH അവിടെ നിൽക്കും, COR അവിടെ നിന്ന് മാറിയിട്ട് ഓർത്തോലും പാരോലും വരും. ഇതിൽ എന്ത് സംഭവിക്കുന്ന? ഓക്സിജൻ ഉള്ള സ്ഥലത്ത് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് OH ആയത്. അപ്പോൾ ഇവിടെ NH ഉള്ള സ്ഥലത്ത് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ആയിട്ട് NH2 ആവും. പിന്നെ ഇതിൻ്റെ കൂടെ കമ്പൈൻ കിട്ടുന്ന പ്രൊഡക്റ്റ് അപ്പോൾ NH2 ആവും വരിക. നേരത്തെ OH വരുന്ന പോലെ ഇവിടെ NH2 ആണ് വരിക. പിന്നെ അനിലിൻ. പിന്നെ വരുന്നത് വേറൊരു എക്സാമ്പിൾ, അതായത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്ന ആൽക്കീനാണ് അവിടെ ഉള്ളത്. അത് വരുന്ന സമയത്താണെങ്കിലും ഓർത്തോലും പാരോലും പ്രൊഡക്ട്സ് ഉണ്ടാവും. പിന്നെ ഫിനോൾ എക്സ്ട്രാ ഉണ്ടാവും, ഒക്കെ OH ആയിട്ട് മാറി ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഫോട്ടോ-ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ് മെക്കാനിസം പഠിക്കണം.
ജനറൽ റിയാക്ഷൻ പഠിക്കണം, പിന്നെ കണ്ടീഷൻസ്, എക്സ്ട്രാ എക്സാമ്പിൾസ്. ഇത്രയാണ് ഫോട്ടോ ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ് ചോദിക്കുമ്പോൾ എഴുതണ്ടേ. സോറി, ഇതിൽ സ്ലൈഡ് നോക്കാൻ മറന്നുപോയതാ. ഇതാണ് ലാസ്റ്റത്തെ എക്സാമ്പിൾ, അതായത് ആൽക്കീൻ വരുന്ന എക്സാമ്പിൾ. ആൽക്കീൻ വരുന്ന എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഓർത്തോലും പാരോലും വന്നു, ഒരു ഫിനോൾ വന്നു. ഇനിയുള്ള അടുത്ത റീഅറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ ഡൈപ്പൈ മീഥൈൻ റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഡൈപ്പൈ മീഥൈൻ റീഅറേഞ്ച്മെൻറ്റിൻ്റെ പ്രത്യേകത ഡൈയിൻസ് ആണ് ഈ റീഅറേഞ്ച്മെൻറ്റ് തരിക. ഡൈയിൻസ് എന്ന് പറയുമ്പോൾ അതിലൊരു എന്തുണ്ടാവും, പൈ ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ 2 പൈ ബോണ്ട് ഉള്ള സിസ്റ്റത്തിലാണ് സാധാരണ തരിക. പിന്നെ നമുക്ക് തരാൻ സാധ്യതയുള്ളത് 3 ഫിനൈൽ ആൽക്കീൻസിലും കൂടെ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡൈയിൻസിന് പൈ സിസ്റ്റം ഉണ്ടായിരിക്കും. ഈ ഡൈയിൻസിൻ്റെ ഇതിലുപയോഗിക്കുന്ന ഡൈയിൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2 ഡബിൾ ബോണ്ടുകളുടെ ഇടയിൽ ഒരു sp3 കാർബണായിട്ടും sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണായിട്ടും ഉണ്ടായിരിക്കും. അതായത് 1,4 പെൻറ്റാഡൈൻസ് പോലെയുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ടൈപ്പ് ഓഫ് ഡൈൻസ് ആണ് ഈ റിയാക്ഷൻ തരിക. അതായത് 2 ഡബിൾ ബോണ്ട് സെപ്പറേറ്റഡ് ബൈ ആൻ sp3 കാർബൺ. ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ഉണ്ട്, 2 ഡബിൾ ബോണ്ട് ഉണ്ട്, നടുക്കിൽ 3rd പൊസിഷനിൽ ഒരു sp3 കാർബൺ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ 1,4 പെൻറ്റാഡൈൻസ് ആണ് അത് ഇൻവോൾവ്ഡ്. അങ്ങനെ ഒരു സിസ്റ്റം ഉള്ള മോളിക്യൂൾസ് ആണ് ഈ ഡൈപ്പൈ മീഥൈൻ റീഅറേഞ്ച്മെൻറ്റ് തരിക. പിന്നെ തരാൻ സാധ്യതയുള്ളതാണ് 3 ഫിനൈൽ ആൽക്കീൻസ്. അതിൽ ഇതുപോലുള്ള 3 ഫിനൈൽ ആൽക്കീൻസ്, ഒരു ആൽക്കീൻ്റെ 3rd പൊസിഷനിൽ ഒരു ഫിനൈൽ ഗ്രൂപ്പ് വരുന്ന പോലെ. അപ്പോൾ അതിൽ ഒരു ഡബിൾ ബോണ്ട് 4,5 മറ്റ് ഡബിൾ ബോണ്ട് റീപ്ലേസ്ഡ് ബൈ ഒരു ബെൻസീൻ റിംഗ് ആയിരിക്കും. അതാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഈ റീഅറേഞ്ച്മെൻറ്റിൻ്റെ വേറൊരു പേരാണ് സീമർമാൻ റീഅറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ സീമർമാൻ ഡൈപ്പൈ മീഥൈൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയാം. നമ്മൾ റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്, നമ്മളിപ്പോൾ 1,4 പെൻറ്റാഡൈൻസ് ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വിനൈൽ സൈക്ലോപ്രൊപ്പൈൻ കിട്ടും. അതല്ല നമുക്ക് 3 ഫിനൈൽ ആൽക്കീൻസ് ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫിനൈൽ സൈക്ലോപ്രൊപ്പൈൻ കിട്ടും. ഇതാണ് പ്രൊഡക്റ്റ് കിട്ടുക. ഇനി ഈ റീഅറേഞ്ച്മെൻറ്റ് എന്താ പറയുക, സൈക്ലിക് ആയിട്ടുള്ളതിലും നമുക്ക് കിട്ടും, സൈക്ലിക് ആയിട്ടുള്ളതും കിട്ടും. മോണോസൈക്ലിക്കോ അല്ലെങ്കിൽ അസൈക്ലിക്കോ ആയിട്ടുള്ള സാധനങ്ങൾ സാധാരണ സിംഗിൾറ്റ് സ്റ്റേറ്റിലാണ് കിട്ടുക. അതിനുശേഷം ഒരു സിസ്റ്ററാൻസ് ഐസോമറൈസേഷൻ അല്ലെങ്കിൽ ഒരു 2+2 സൈക്ലോഡീഷൻ, 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഒന്നുകിൽ സിസ്റ്ററാൻസ് ഐസോമറൈസേഷൻ നടക്കും, അല്ലെങ്കിൽ 2+2 അഡീഷൻ നടക്കും. ഇതിൽ മോണോസൈക്ലിക്കോ അസൈക്ലിക്കോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ. ഇനി നമ്മളിതിൻ്റെ പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കൺസേർട്ടഡ് പ്രോസസ്സ് ആയിരിക്കും. പിന്നെ വുഡ്വാർഡ് ഹോഫ്മാൻ റൂൾസൊക്കെ ഒബേ ചെയ്യും. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇതിലൊരു 1,4 ഡൈറാഡിക്കലും 1,3 ഡൈറാഡിക്കലും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യും. 2 ഫോം ചെയ്യുന്നുണ്ട്, 1,4 ഡൈറാഡിക്കലും 1,3 ഡൈറാഡിക്കലും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെക്കാനിസം പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മളൊരു മോളിക്യൂൾ എടുത്തു, അതിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് നമ്മൾ 2 ഫിനൈൽ റിങ്ങുകളാണ് വരുന്നത്. ഇപ്പോൾ 1,2 ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, 4,5 ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, 1ലും 5ലും കുറേ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് ഫിനൈൽസ് ഉണ്ട്. പൈറ്റോപൈസ്റ്റർ എക്സൈറ്റേഷൻ നടന്നു, ഇത് സംഭവിച്ചു. ആദ്യം 4,5 ഉള്ള ഡബിൾ ബോണ്ട് റാഡിക്കൽസ് ആയിട്ട് മാറി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും, 1,2 ഡബിൾ ബോണ്ടും റാഡിക്കൽസ് ആയിട്ട് മാറും. അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് കിട്ടി, 1,4 ഡൈ റാഡിക്കൽസ് കിട്ടി. 1ലും 4ലും റാഡിക്കൽസ് വരുന്ന 1ലും, അതായത് 2 എന്താ പറയുക റാഡിക്കൽസ് ഫോം ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് നമുക്ക് ആദ്യം കിട്ടി. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതേ സമയത്ത് തന്നെ നമ്മുടെ 4,5 ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതിൽ 2 റാഡിക്കലുണ്ട്. 1,2 ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, അവിടെ 2 റാഡിക്കലുണ്ട്. 2nd പൊസിഷനിലും 4th പൊസിഷനിലുള്ള റാഡിക്കൽസ് തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. ഫസ്റ്റ് പൊസിഷൻ, 2nd-ലും 4th-ലുള്ള റാഡിക്കൽസ് തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെയാണ് ഇത് 1,4 ഡൈറാഡിക്കൽസ് ആവുക. അപ്പോൾ അത് ഫസ്റ്റ് പൊസിഷനിൽ റാഡിക്കൽ കണ്ട 1, 2, 4 കഴിഞ്ഞ് 5-ൽ വേറൊരു റാഡിക്കലുണ്ട്. അപ്പോൾ 1,4 ഡൈറാഡിക്കൽസ് നമുക്ക് അങ്ങനെയും ഒരു നെയിമിങ് കൊടുക്കാമല്ലോ. അപ്പോൾ 1,4 ഡൈറാഡിക്കൽസ് ഫോം ചെയ്തു. 1,4 എന്ന് ഉദ്ദേശിക്കുന്നത് 1ാമത്തെ ആറ്റം കഴിഞ്ഞിട്ട് 2, 3, 4ാമത്തെ ആറ്റത്തുമെന്നാണ്. നമ്മുടെ കാർബണിൻ്റെ നമ്പറിംഗ് ആണ് ഇതിൽ കൊടുത്തേക്കണം 1, 2, 3, 4, 5 ഇട്ടാ. ഫസ്റ്റത്തെ റാഡിക്കൽ കഴിഞ്ഞ് 3 സ്ഥാനം കഴിഞ്ഞിട്ട് 4ാമത്തെ സ്ഥാനത്താണ് അടുത്ത റാഡിക്കൽ. അതാണ് ഉദ്ദേശിക്കുന്നത് 1,4 ഡൈറാഡിക്കലിന്. അങ്ങനെ അപ്പോൾ സെക്കൻഡ് കാർബണും 4th കാർബണും തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. ഇനി അടുത്തത് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 2,3 ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ 3,4 ബോണ്ട് ബ്രേക്ക് ചെയ്യുക. നമ്മൾ 2,3 ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന കണ്ടീഷൻ എടുക്കുകയാണ്. 2,3 ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും,
ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 2ലേക്ക് ഒരു റാഡിക്കൽ വന്നു, 3ലേക്ക് ഒരു റാഡിക്കൽ വന്നു. അപ്പോൾ 2ലേക്കും 3ലേക്കും റാഡിക്കൽസ് വന്നു. 2-ലുണ്ടായിരുന്ന നോക്കുക, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. 2-ലുണ്ടായിരുന്ന 2-ലപ്പോൾ ഒരു പുതിയ റാഡിക്കൽ കിട്ടി, 1-ൽ ഓൾറെഡി ഒരു റാഡിക്കൽ ഉണ്ട്. അപ്പോൾ 1ഉം 2ഉം കൂടെ അവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഇനി 3-ലൊരു റാഡിക്കൽ ഉണ്ട്, 3-ലൊരു റാഡിക്കൽ ഉണ്ട്. പിന്നെ എന്താണ്, അപ്പോൾ 2-3 ബോണ്ട് ഓൾറെഡി ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് വിട്ടുപോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ 3-ലൊരു റാഡിക്കൽ ഉണ്ട്, ഇനി ബാക്കിയുള്ളത് 5-ലാണ് ഒരു റാഡിക്കൽ ഉണ്ട്. അപ്പോൾ 3, 4, 5 അതൊരു 1,3 ഡൈറാഡിക്കലായി. 1-ൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ അറ്റത്തിലാണ് റാഡിക്കൽ. അപ്പോൾ അതൊരു 1,3 ഡൈറാഡിക്കലായി. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ 3-ലൊരു റാഡിക്കൽ ഉണ്ട്, 5-ലൊരു റാഡിക്കൽ ഉണ്ട്. അത് തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു, അതായത് ഒരു സൈക്ലോ പ്രൊപ്പൈൽ റിങ് അവിടെ ഫോം ചെയ്തു. അപ്പോൾ ആസ് എ റിസൾട്ട് എന്ത് കിട്ടി? പുതിയൊരു സൈക്ലിക് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് അവിടെ എക്സ്ട്രാ കിട്ടി. ഇനി ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഈ റീഅറേഞ്ച്മെൻറ്റിൽ ഈ ഒരു മെക്കാനിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലൊരു ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പിൻ്റെ മൈഗ്രേഷൻസ് ഒന്നും നടന്നിട്ടില്ല, ബോണ്ടുകളുടെ ഷിഫ്റ്റ് അങ്ങനെ മാത്രമേ നടന്നിട്ടുള്ളൂ. ഗ്രൂപ്പുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞു 2-3 ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം 3-4 ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 2 പോസിബിലിറ്റി നോക്കിയിട്ട് ഏതിലത്തെ ഡൈറാഡിക്കൽസ് ആണ് കൂടുതലായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ളത്, ആ ഡൈറാഡിക്കൽസിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പോൾ PHന്റെ പകരം ലെഫ്റ്റ് സൈഡിലെ ഗ്രൂപ്പ്സ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്, മറ്റേത് അറൈൽ ഗ്രൂപ്പ്സ് തന്നെ. അപ്പോൾ ഇതിൽ ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ അടുത്ത് ഡബിൾ ബോണ്ട് വരുന്ന പോലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ സ്റ്റേബിൾ ആവുക, ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും കുറച്ചുകൂടി സ്റ്റേബിൾ. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നോക്കുക, ഇത് നോക്കുക, നമ്മളിപ്പോൾ എന്താ ഇറേഡിയേറ്റ് ചെയ്തിട്ട് 1,4 ഡൈറാഡിക്കൽ ഫോം ചെയ്തു. ഇനി ആ ഡൈറാഡിക്കൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ പോസിബിലിറ്റിയാണ് ലെഫ്റ്റ് സൈഡിലെ 2-3 ബോണ്ട് ബ്രേക്ക് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബോണ്ട് ഫോം ചെയ്തെന്ന് സംഭവിച്ചു, നമുക്ക് കിട്ടുന്ന 1,3 ഇപ്പോൾ 1,4 ഡൈറാഡിക്കൽ കഴിഞ്ഞു, 1,3 ഡൈറാഡിക്കൽ കിട്ടുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ അടുത്തായി ഡബിൾ ബോണ്ട്, അപ്പോൾ അത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഡൈറാഡിക്കലാണ്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടി. അതാണ് മേജർ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, മെയിനായിട്ട് അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ശരിക്കും ഒരു പോസിബിലിറ്റി ഉണ്ട് 3-4 ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് 3-4 ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫിനൈൽ ഗ്രൂപ്പ്സിൻ്റെ അടുത്ത് ഒരു ഡബിൾ ബോണ്ട് വരുന്ന പോലെയാണ്. അത് കുറച്ചും കൂടെ അല്ല, വളരെ സ്റ്റെബിലിറ്റി കുറഞ്ഞ 1,3 ഡൈറാഡിക്കലാണ് നമുക്ക് കിട്ടുക. ഫിനൈൽ ഗ്രൂപ്പ്സിൻ്റെ അവിടെ ഡബിൾ ബോണ്ട് നമ്മൾ കാണൽ കുറവല്ലേ. അപ്പോൾ അതിൻ്റെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തീരെയില്ല, നോട്ട് ഒബ്സർവ്ഡ് എന്ന് എഴുതിയേക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ 2 റൂട്ട് പോസിബിൾ ആണ്. ഇപ്പോൾ ഈ മോളിക്യൂളിൻ്റെ കേസിലാണ് ഈ പറഞ്ഞത്, ഏത് പാത്വേയിലാണോ കൂടുതൽ സ്റ്റേബിലിറ്റി ഉള്ള ഡൈറാഡിക്കൽ ഫോം ചെയ്യുന്നത് അതിനായിരിക്കും മേജർ പ്രൊഡക്റ്റ്. മൈനർ പ്രൊഡക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, സോൾ പ്രൊഡക്റ്റ് മറ്റേത് നോട്ട് ഒബ്സർവ്ഡ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ, C1 കാർബണിൽ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് വേറൊരു പോസിബിലിറ്റി ഉള്ളത്, നമ്മുടെ ഈ sp3 കാർബണിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച sp3 കാർബണിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ മോളിക്യൂൾ നോക്കുന്ന സമയത്ത് നടുക്കിലുള്ള sp3 തേർഡ് പൊസിഷനിലെ sp3 കാർബൺ തേർഡ് പൊസിഷനിലാണ്. അതിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂവൻസോ എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉള്ള കേസിലാണ് നമ്മൾ ഈ പറഞ്ഞത് ഈ ഒരു മെക്കാനിസം ഫോളോ ചെയ്യുന്നത്. ഇനി അഥവാ ആ ഗ്രൂപ്പിൽ തേർഡ് കാർബണിൽ, അതായത് sp3 കാർബണിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും ഇല്ല എങ്കിൽ ഈ സ്കീം അവിടെ നടക്കില്ല, ലെസ് ഫേവറബിൾ ആയിരിക്കും ഈ മെക്കാനിസം. അവിടെ നടക്കുന്നത് 1-2 ഷിഫ്റ്റ് ആയിരിക്കും, അതായത് ഹൈഡ്രജൻ മാത്രമല്ല അവിടെ ഉള്ളൂ. അപ്പോൾ അതിൽ 1-2 ഷിഫ്റ്റ്, ഹൈഡ്രജൻ്റെ ഷിഫ്റ്റാണ് അവിടെ പോസിബിൾ ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത്. മറ്റേ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള കേസിൽ 1-2 ഷിഫ്റ്റിങ് നടക്കില്ല, റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ നടക്കുള്ളൂ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഇല്ലെങ്കിൽ, അതായത് ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ വെച്ചാൽ അവിടെ ഒരു 1-2 ഷിഫ്റ്റ് എന്ന് പറയാം. ഒരു പൊസിഷനിൽ നിന്ന് തൊട്ടടുത്ത സെക്കൻഡ് പൊസിഷനിലേക്ക് ഹൈഡ്രജൻ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നതാണ് 1-2 ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മളൊരു ഡൈറാഡിക്കൽ 1-2 ഡൈറാഡിക്കൽ നമുക്ക് കിട്ടി. ഇപ്പോൾ 1-2 ആണ് ഇവിടെ ഡൈറാഡിക്കൽ വരിക, 2 പോസിബിലിറ്റി ഇല്ല. മറ്റേത് 1-3ഉം 1-4ഉം കിട്ടിയായിരുന്നു, ഇവിടെ 1-2 ഡൈറാഡിക്കൽ മാത്രം കിട്ടി. അപ്പോൾ അതിലേക്ക് ഒരു 1-2 ഷിഫ്റ്റ് നടന്നു. അതായത് ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ ഇവിടേക്ക് ഷിഫ്റ്റ് നടന്നു. അത് D എന്ന് എഴുതിയിട്ടില്ലേ, അത് തിരിച്ചറിയാൻ വേണ്ടി എഴുതിയതാണ് 2D. അപ്പോൾ ആ D ഉള്ള പൊസിഷനിലേക്ക് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഹൈഡ്രജൻ എവിടെയാണോ ആദ്യം ഉണ്ടായിരുന്നത്, അതായത് ഇവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്തു, ഇവിടേക്ക് ഒരു ഹൈഡ്രജൻ വരും ചെയ്തു, പിന്നെ ഇവിടെ ഒരു റാഡിക്കൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ 2 റാഡിക്കൽസ് തമ്മിൽ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് ഈ മെക്കാനിസം വഴി കിട്ടുക.
അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ കാരണം മറ്റേ മെക്കാനിസം നടക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിസ്റ്റം വരുന്ന സമയത്ത്, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പ്രൈമറി 1,4 ഡൈറാഡിക്കൽ കിട്ടി, ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് 1,3 ഡൈറാഡിക്കൽ ഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് അവിടെ നടക്കില്ല. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നടക്കില്ല എന്ന് പറയാനുള്ള കാരണം നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു പ്രൈമറി 1,3 ഡൈറാഡിക്കലായിരിക്കും. അതായത് നമുക്ക് ആദ്യം കിട്ടിയത് പ്രൈമറി 1,4 ഡൈറാഡിക്കലായിരുന്നു. അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടില്ല, പക്ഷെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈമറി 1,3 ഡൈറാഡിക്കലാണ്. അതനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പം നമുക്കറിയാം പ്രൈമറി റാഡിക്കലുണ്ട്, സെക്കൻഡറി റാഡിക്കലുണ്ട്. റാഡിക്കലിൻ്റെ കാർബണമേ ഒറ്റ കാർബണേ ഉള്ളൂ വെച്ചാൽ അത് പ്രൈമറി, 2 കാർബൺ ഉണ്ടെങ്കിൽ സെക്കൻഡറി, അങ്ങനെ. അപ്പോൾ സെക്കൻഡറി റാഡിക്കലാണ് നമ്മുടെ മറ്റേ മെക്കാനിസത്തിൽ ഉണ്ടായിരുന്നത്, അതാണെങ്കിൽ ഫേവറബിൾ ആണ്. പക്ഷേ ഇവിടെ പ്രൈമറി റാഡിക്കൽ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ആയതുകൊണ്ട് എനർജറ്റിക്കലി അൺഫേവറബിൾ ആയതുകൊണ്ടാണ് ഈ മെക്കാനിസം പോസിബിൾ ആവാതെ ഷിഫ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഡൈപൈമീഥേൻ റീഅറേഞ്ച്മെൻറ്റ് നടക്കണമെങ്കിലുള്ള അപ്പോൾ ഒരു എസെൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സെൻട്രൽ കാർബൺ ആറ്റം, ടെർമിനൽ വിനൈൽ കാർബൺ ആറ്റം ഒക്കെ എന്താണ് അവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂവൻസ് വേണം. അതായത് സെൻറ്ററിലും വേണം, സൈഡിൽ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ PH CH താഴെ ഇവിടെയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂവൻസ് വേണം. സെൻറ്ററിൽ മാത്രം പോരാ, താഴെ മാത്രം പോരാ, സെൻറ്ററിലും വേണം. അപ്പോൾ വിനൈൽ കാർബണമയും സെൻട്രൽ കാർബണമയും സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നതാണ് നമ്മൾ ഡൈപൈമീഥേൻ റീഅറേഞ്ച്മെൻറ്റിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള എന്താ പറയുക മോളിക്യൂൾസ്. പിന്നെ മോണോസൈക്ലിക് ഡൈൻസിൽ നമുക്ക് കിട്ടും. നേരത്തെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, ഒന്നെങ്കിൽ അസൈക്ലിക് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മോണോസൈക്ലിക്കിലും പോസിബിലിറ്റി ഉണ്ടെന്ന്. അതിലും ഇതുപോലെ റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു 6 മെമ്പേർഡ് റിങ് അല്ലെങ്കിൽ ഏതെങ്കിലും 6 മെമ്പേർഡ് റിങ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇപ്പോൾ ഈ കേസ് നോക്കുകയാണെങ്കിൽ 6 മെമ്പേർഡ് റിങ് ആയിരുന്നു കിട്ടിയത്. എന്താണ്, ഒരു 5 മെമ്പേർഡ് റിങ്ങും 3 മെമ്പേർഡ് റിങ്ങും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു മോളിക്യൂളാണ് ഇങ്ങനെയുള്ള കേസുകളിൽ കിട്ടുക. മറ്റോടത്ത് നമ്മളൊരു അസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് നേരത്തെ പഠിച്ചത്. അതാകുമ്പോൾ നമുക്ക് സൈക്ലോപ്രൊപ്പൈൽ റിങ്ങും റെസൈക്ലിക് ബാക്കി ഭാഗം സൈക്ലിക് ആയിട്ട് തന്നെ നിൽക്കും. അതാണ് അപ്പോൾ ഈ റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ രണ്ടാമത്തെ ഡൈപൈ മീഥേൻ റീഅറേഞ്ച്മെൻറ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഒരു ഓക്സ ഡൈപൈ മീഥേൻ റീഅറേഞ്ച്മെൻറ്റും പറയാം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ മെക്കാനിസം തന്നെ ബീറ്റ ഗാമ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ് ആണ് തരുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഓക്സ ഡൈപൈ മീഥേൻ റീഅറേഞ്ച്മെൻറ്റ്. വെറും ഡൈപൈ മീഥേൻ റീഅറേഞ്ച്മെൻറ്റ് ആണെങ്കിൽ ഇങ്ങനെ, അതിൽ സ്പെസിഫിക് ആയിട്ട് ബീറ്റ ഗാമ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ്, അതായത് ബീറ്റ പൊസിഷനിലും ഗാമ പൊസിഷനിലും അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ് ഉണ്ടെങ്കിൽ, അതായത് ബീറ്റ ഗാമ കാർബണിൻ്റെ ഇടയിലാണ് ഡബിൾ ബോണ്ടിങ്, അങ്ങനെയുള്ള കീറ്റോൺസ്. അപ്പോൾ അത് മനസ്സിലായില്ല, ഇത് കാർബൺ, ഇതാണ് നമ്മുടെ CO കാർബൺ 1 2 3. അപ്പോൾ അത് ആൽഫ ബീറ്റ ഗാമ, ബീറ്റയുടെയും ഗാമയുടെ ഇടയിൽ ഡബിൾ ബോണ്ട് വരുന്ന കീറ്റോൺസ് ആണെങ്കിൽ നമുക്ക് അത് തരുന്ന റീഅറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ഓക്സ ഡൈപൈ മീഥേൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയാം. സെയിം മെക്കാനിസം ആണ്, ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കാം. അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്, അത് സ്ക്രീൻഷോട്ട് എടുത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലത്. വെറും ഡൈപൈ മീഥേൻ റീഅറേഞ്ച്മെൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെയുള്ള 3 റീഅറേഞ്ച്മെൻറ്റ് കഴിഞ്ഞു. അതിൽ ഡൈപൈ ഇമ്പോർട്ടൻ്റ് ആണ്, ഫോട്ടോപറൈസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്സോ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനിയുള്ളതാണ് ലൂമി കീറ്റോൺ റീഅറേഞ്ച്മെൻറ്റ്. ഈ ലൂമി കീറ്റോൺ റീഅറേഞ്ച്മെൻറ്റ് തരുന്നത് 4,4 ഡൈ ആൽക്കൈൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് സൈക്ലോ ഹെക്സനോൺസ് ആണ്. പേര് മാത്രമേ വലുപ്പമുള്ളൂ, സാധനം സിമ്പിളാണിതാ. അതായത് ഒരു CO ബോണ്ട് ഉണ്ടായിരിക്കും, അത് നമ്മൾ 1 എന്ന നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 4 4th പൊസിഷനിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരും. അപ്പോൾ ഡൈ ആൽക്കൈൽ എന്ന് വന്നു, ഡൈ ആൽക്കൈൽ. പിന്നെ ഇത് നമ്മൾ CO ആയതുകൊണ്ട് ഇത് നമ്മുടെ ആൽഫ, ഇത് ബീറ്റ. അപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്, മൊത്തത്തിൽ ഹെക്സനോൺ കീറ്റോൺ ആയതുകൊണ്ട് സൈക്ലോ ഹെക്സനോൺ. അപ്പോൾ ഈ ലൂമി കീറ്റോൺ റീഅറേഞ്ച്മെൻറ്റ് തരുന്നത് 4,4 ഡൈ ആൽക്കൈൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് സൈക്ലോ ഹെക്സനോൺസ് ആണ്. നേരത്തെ പോലെ തന്നെ പൈ സ്റ്റാർ എക്സൈറ്റഡ് ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ വരുമ്പോഴാണ് ഈ കോമ്പൗണ്ട് ഈ റീഅറേഞ്ച്മെൻറ്റ് പോസിബിൾ ആവുന്നത്. ഇനി ഇതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പോളാർ പ്രോട്ടിക് സോൾവെൻറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ റീഅറേഞ്ച്മെൻറ്റ് നടക്കുകയുള്ളൂ. അതായത് പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ്, പ്രോട്ടോൺ ഉള്ളത് പോളാർ സോൾവെൻറ്റ്സ്, അതായത് ഇപ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ, അതുപോലെ
അസറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് അതുപോലുള്ള ഏതൊരു പോളാർ പ്രോട്ടീൻ സോൾവെൻ്റ് പ്രസൻസിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. ഇതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്, കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് മെക്കാനിസം. ഇതിൽ മൈഗ്രേഷൻ ഓഫ് റിംഗ് ആറ്റം, അതായത് ആ റിങ്ങിൻ്റെ ഉള്ളിൽ C4 കാർബൺ മാറിയിട്ട് C2 കാർബണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ C2C4 കാർബണിൽ പുതിയ ബോണ്ട് C2C4 കാർബണിൻ്റെ ഇടയിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. C4C5 കാർബണിൻ്റെ ഇടയിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നടക്കുന്നതാണ്, മെക്കാനിസം പഠിക്കുമ്പോൾ ക്ലിയർ ആവും. പിന്നെ ഇതിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ടെർഷ്യറി ബ്യൂട്ടനോളാണ് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് റാഡിക്കൽ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. അതല്ല നമ്മൾ ആസിഡാണ് എടുക്കുന്നത്, ഏതെങ്കിലും അസിറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു സ്വിറ്റർ അയോണാണ് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുക. മറ്റേത് റാഡിക്കലും ഇത് സ്വിറ്റർ. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം പഠിക്കണം. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നോക്കുക. അതിൽ നമ്മൾ ആദ്യം ടെർഷ്യറി ബ്യൂട്ടനോൾ എടുക്കുന്ന എക്സാമ്പിളാണ് ആദ്യം കൊടുക്കുന്ന. എക്സൈറ്റേഷൻ നടത്തി S1 സിംഗുലർ സ്റ്റേറ്റിൽ നിന്ന് ഇൻ്റർ സിംഗുലർ സ്റ്റേറ്റിലേക്കായി, ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് വഴി ട്രിപ്ലറ്റ് സ്റ്റേറ്റിലേക്കായി. അപ്പോൾ കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് നോക്കുക. CO ബോണ്ടിൽ ബ്രേക്ക് സംഭവിച്ചു, CMEയും OMEയും റാഡിക്കൽസ് ഫോം ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇത് 1 2 3 4 5 ഇതാണ് കാർബൺ ആറ്റത്തിൻ്റെ നെയിമിങ്. ഇതിലെന്ത് സംഭവിക്കും? നമുക്കൊരു ഡബിൾ ബോണ്ട് മാത്രമാണ് ഉള്ളത്. 2-3 ബോണ്ട് ബ്രേക്ക് ചെയ്തു. 2-3 ബോണ്ട് 2-3 ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അത് സംഭവിച്ചു 2ലും ഒരു റാഡിക്കലുണ്ട്, 3ലും ഒരു റാഡിക്കലുണ്ട്. അന്നേരം അത് ഐസോമർ റീഅറേഞ്ച് ചെയ്തിട്ട് ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്തു? ഇപ്പോൾ 1ൽ ഓൾറെഡി റാഡിക്കൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ 2ലും 3ലും പുതിയ ഒരു റാഡിക്കൽ ഫോം ചെയ്തു, ആ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ 1ലുള്ള റാഡിക്കലും 2ലുള്ള റാഡിക്കലും കൂടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഓക്സിജനും ഓൾറെഡി റാഡിക്കൽ ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചു? 3യിലൊരു റാഡിക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി 3യിലൊരു റാഡിക്കൽ ഉണ്ട്. ഇനി ഇവിടെ സംഭവിക്കുന്നത് 4-5 ബോണ്ട് ബ്രേക്കാണ്. അതായത് 4-5 ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നടക്കുന്നതാണ്. ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ 4-5 ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സംഭവിക്കും 4ലും റാഡിക്കൽ ഉണ്ട്, 5ലും റാഡിക്കൽ ഉണ്ട്. ഈ 4ഉം 3യും കൂടെ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. കാരണം 3യും പുതിയൊരു ബോണ്ടല്ല, ശ്രദ്ധിക്കുക. 3യും നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു റാഡിക്കൽ ഉണ്ട്, ഒരു ബോണ്ട് ഉണ്ട്, ബോണ്ട് ഉണ്ട്. ഈ 3-4 ബോണ്ട് 3-5 ബോണ്ടായി മാറിയെന്ന് വിചാരിച്ചാൽ മതി. 3-4 ബോണ്ട് 3-5 ബോണ്ടായി മാറിയെന്ന് വിചാരിച്ചാൽ മതി. അവിടെ കൊടുത്താൽ 3-5 പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ 3യും അപ്പോഴും ഒരു റാഡിക്കൽ ഉണ്ട്, കാരണം 3-4ലേക്കുള്ള ബോണ്ടിന് പകരമാണ് 3-5ലേക്ക് ഒരു ബോണ്ട് വന്നിട്ടുള്ളത്. 3യും എപ്പോഴും ഒരു റാഡിക്കൽ ഉണ്ട്. ഇനി 4-5 ബോണ്ട്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത കാരണം 4നും ഒരു റാഡിക്കൽ എക്സ്ട്രാ ഉണ്ട്. ഇത്രയും റീഅറേഞ്ച്മെൻ്റ് ഒക്കെ പെട്ടെന്നാണ് സംഭവിക്കുക. അപ്പോൾ എന്താ സംഭവിച്ചത്? ഓക്സിജനും ഓൾറെഡി ഒരു റാഡിക്കൽ ഉണ്ട്, പിന്നെ 3rd പൊസിഷനിൽ ഒരു റാഡിക്കൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സങ്കല്പിക്കുക, 3rd പൊസിഷനിലെ റാഡിക്കൽ അവിടെ തന്നെ ഉണ്ട്. 3ും 5ും തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഈ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 4ഉം 5ഉം ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ 4ഉം ഒരു റാഡിക്കലുണ്ട്, 5ഉം ഒരു റാഡിക്കലുണ്ട്. അപ്പോൾ ഈ 5ഉമുള്ള റാഡിക്കലും 3യിൽ റാഡിക്കൽ തന്നെ കൺസിഡർ ചെയ്തു, അപ്പോൾ തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു റാഡിക്കൽ പ്രസൻസ് ഉണ്ട്. അതായത് 3യിലൊരു റാഡിക്കലുണ്ട്, 3യിലൊരു വാക്കൻസി ഫോം ചെയ്യും. അതായത് 3-4 ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ 3യിലൊരു വാക്കൻസി ഉണ്ട്, ഒരു റാഡിക്കൽ ഓൾറെഡി ഉണ്ട്. ഇനി ഈ 4ഉം 5ഉം തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 4യിലൊരു വാക്കൻസി ഉണ്ട്, 5യിലൊരു റാഡിക്കലുണ്ട്. അപ്പോൾ 5ഉം 3യും കൂടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ 3യിലൊരു റാഡിക്കൽ അവിടെ ഉണ്ട്, 4 ഒരു റാഡിക്കലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്ത് സംഭവിച്ചു? അപ്പോൾ 3ഉം 5ഉം തമ്മിൽ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി 3യിലുള്ള റാഡിക്കലും 4ലുള്ള റാഡിക്കലും തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ ആ ബോണ്ട് ഇങ്ങനെ വരയ്ക്കാതെ ഈ പൊസിഷനിൽ നോക്കി ഇങ്ങനെ തിരിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. 3യിലുള്ള റാഡിക്കലും 4യിലുള്ള വാക്കൻസിയും തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ 4ലും അപ്പോൾ എന്ത് സംഭവിച്ചു? 4ലൊരു റാഡിക്കൽ മാത്രമേ ഇനി ബാക്കിയുണ്ട്, 3യിലെ റാഡിക്കലും ബാക്കി റാഡിക്കൽസ് ഒക്കെ പോയി. മനസ്സിലാണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നിട്ട് പറയാം. 3യിൽ ഒരു റാഡിക്കലുണ്ട്, 3-4 ഒരു ബോണ്ട് ഉണ്ടായിരുന്ന കാരണം ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ 3യിലൊരു വാക്കൻസിയും കൂടെ ഉണ്ട്. 4-5 ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ 4ലൊരു റാഡിക്കൽ വന്നു, ഒരു വാക്കൻസിയും വന്നു, 5ലൊരു റാഡിക്കലുണ്ട്. അപ്പോൾ 3യും 5ഉം തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. 4ലുള്ള വാക്കൻസി വെച്ചിട്ട് 3 പൊസിഷനിലെ റാഡിക്കൽ എടുത്തിട്ട് ഇങ്ങനൊരു ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ 4ൽ എന്തായാലും ഒരു റാഡിക്കലും കൂടെ ബാക്കി അവിടെ ഉണ്ട്. ഇനി എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ലെ റാഡിക്കൽ, അതായത് നമുക്ക് ഓൾറെഡി ഒരു ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? 1ലൊരു റാഡിക്കൽ കിട്ടി,
2-ലൊരു റാഡിക്കൽ കിട്ടി. അപ്പോൾ ഈ 1-ലുള്ള റാഡിക്കലും ഓക്സിജനുമുള്ള റാഡിക്കലും കൂടെ തിരിച്ച് CO ഡബിൾ ബോണ്ട് പിന്നെയും ഫോം ചെയ്തു. പിന്നെ നമുക്ക് എന്തുണ്ട്, ഇനി 2-ലൊരു റാഡിക്കലുണ്ട്, 4-ലൊരു റാഡിക്കലുണ്ട്. അത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 2-ലുള്ള റാഡിക്കലും 4-ലുള്ള റാഡിക്കലും കൂടെ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. അവിടെ ഒരു പ്രൊപ്പൈൻ റിങ് ഫോം ചെയ്തു. കുറച്ച് ബുദ്ധിമുട്ടാണ് മെക്കാനിസം. ഒന്നും കൂടെ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ എടുത്ത് കണ്ടോളൂ. ഇതാണ് മെക്കാനിസം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയും തവണ ഇരുന്ന് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ബ്യൂട്ടനോൾ വരുന്ന കേസാണ് സോൾവെൻറ്റ്. ഇനി നമ്മൾ പറഞ്ഞപ്പോൾ ഇതൊരു റാഡിക്കൽ ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു. ഇനിയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇതേ മെക്കാനിസം തന്നെ ആസിഡിൽ നടക്കുന്ന കേസ്. അപ്പോൾ നമ്മൾ അസിറ്റിക് ആസിഡാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ S1-ലേക്ക് മാറി, ഇൻ്റർ സിസ്റ്റം ക്രോസിങ് വഴി ട്രിപ്ലറ്റിലേക്ക് മാറി. അപ്പോൾ അത് സംഭവിച്ചു, CO ബോണ്ടിൻ്റെ ഇവിടെ ക്ലീവേജ് സംഭവിച്ചിട്ട് C-ഒരു റാഡിക്കൽ വന്നു, O-ഒരു റാഡിക്കൽ വന്നു. നേരത്തെ പറഞ്ഞ സെയിം മെക്കാനിസം തന്നെ ഡബിൾ ബോണ്ട് ഈ സൈഡിലുണ്ടായിരുന്ന 2-3-ലുണ്ടായിരുന്ന ഡബിൾ ബോണ്ട് 1-2-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു, 3-ലേക്ക് ഒരു റാഡിക്കൽ വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നേരത്തെ പോസിബിലിറ്റി ആണെങ്കിൽ നമ്മളത് എന്താ പറയുക റീഅറേഞ്ച് ചെയ്തിട്ട് ഷിഫ്റ്റ് നടക്കുകയാണ് ചെയ്തത്. ഇവിടെ ആണെങ്കിൽ എന്ത് സംഭവിച്ചു, ഈ റാഡിക്കൽസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു നെഗറ്റീവ് ചാർജും മറ്റേ സ്ഥലത്ത് ഒരു പോസിറ്റീവ് ചാർജും വന്നത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു റാഡിക്കൽ മാറിയിട്ട് സംഭവിച്ചു, ഒരേ സമയം നെഗറ്റീവ് ചാർജും വന്നു, പോസിറ്റീവ് ചാർജും വന്നു. അതായത് ഒരു സ്വിറ്റർ അയോൺ അവിടെ ഫോം ചെയ്തു. അപ്പോൾ അതാണ് റീഅറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു 5 മെമ്പേർഡ് റിംഗ് ആയിട്ട് മാറുന്നത്. നേരത്തെ പോലെ തന്നെയാണ് 6 മെമ്പേർഡ് മാറിയിട്ട് 5 മെമ്പേർഡായി. ഇതിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അവിടെ റാഡിക്കൽസ് ആയിരുന്നു 2 ഉണ്ടായിരുന്നു. ഇവിടെ റാഡിക്കൽസ് മാറിയിട്ട് അയോൺസ് വരുമ്പോൾ സ്വിറ്റർ അയോണായി. ഇനി ഈ ഒരു പ്രൊഡക്റ്റാണ് ഇൻ്റർമീഡിയറ്റ് ആണ്. പിന്നെ 3 പോസിബിലിറ്റി ഉള്ളത്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് തിരിച്ചിങ്ങോട്ട് വന്നു, ഡബിൾ ബോണ്ടോ ആയി, ആ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നേരത്തെ പോലത്തെ ഒരു മെക്കാനിസം, അതായത് നേരത്തെ സിമിലർ ആയിട്ടുള്ളൊരു മെക്കാനിസം 5 മെമ്പേർഡും 3 മെമ്പേർഡും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പോലെ തന്നെയാണ് ഇവിടെയുള്ള പ്രൊഡക്റ്റ്. പക്ഷേ ഈ സിറ്ററയോണിൻ്റെ കേസിലാണെങ്കിൽ ആ പ്രൊഡക്റ്റ് അൺസ്റ്റേബിൾ ആണ്. മറ്റേതാണെങ്കിൽ കുഴപ്പമില്ല, റാഡിക്കൽ ഇൻ്റർമീഡിയറ്റ് വഴി കിട്ടുന്നതാണ് കുഴപ്പമില്ല, സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിൽ. ഇവിടെ ആണെങ്കിൽ ഇത് അൺസ്റ്റേബിൾ, സിറ്ററയോൺ എന്ന് ഫോം ചെയ്യുന്നതുകൊണ്ട് ഇത് അൺസ്റ്റേബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അസറ്റിക് ആസിഡ് വന്നിട്ട് എന്ത് സംഭവിച്ചു, അസറ്റിക് ആസിഡ് പ്ലസ് ചാർജുമേ വന്ന് എന്താ പറയുക കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ H മാത്രം Oയിലേക്ക് പോകും, നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് H Oയിലേക്ക് പോയിട്ട് OH ആയി. OAC ബാക്കിയുള്ള ഭാഗം നെഗറ്റീവ് ആണല്ലോ, അപ്പം അത് നമ്മുടെ ഈ പ്ലസ് ചാർജിലേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്തു. പിന്നീട് OH-ൽ H ഈ ഡബിൾ ബോണ്ടിൽ അൺസാച്ചുറേറ്റഡ് ആയതുകൊണ്ട് ഡബിൾ ബോണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ടായി, ഡബിൾ ബോണ്ടോ തന്നെ അവസാനം ഫോം ചെയ്തു. OAC അങ്ങനെ തന്നെ ഉണ്ട്. അതാണ് രണ്ടാമത്തെ പോസിബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ്. പിന്നെ മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ പോസിറ്റീവ് ചാർജ്. ഇപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് ചാർജ് നോക്കുന്ന സമയത്ത് പോസിറ്റീവ് ചാർജ് ഉള്ളത് ഒരു C+ കാർബൺ ആണ്. ഈ C+ കാർബണിൻ്റെ ഇവിടെയുള്ളത്, അതായത് എൻഡിൽ നിന്നൊരു CH3 ആയിരുന്നു. ആ CH3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, CH2H. അതിൽ H ഒരെണ്ണം പുറത്തേക്ക് എടുത്ത് എഴുതാൻ പറ്റും. ഈ H OAC ആയിട്ട്, അതായത് ഫുൾ OAC സ്പ്ലിറ്റ് ആയിട്ടുള്ള OACയിൽ നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ഈ ഹൈഡ്രജനെ ഈ OAC വന്ന് അബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ഒന്നാമത്തെ കേസ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഉള്ളത് C+, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ CH2 ആയി മാറി. H-നെ OAC അബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് CH2 ഉള്ള ഒരു ഭാഗവും പിന്നെ ഒരു ബാക്കി H പോയ ആ ഭാഗവും മാത്രം, H പോയ അസിറ്റിക് ആസിഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് C ആ ഒരു സ്റ്റേറ്റിൽ ഇതുണ്ടാവാനായിട്ടുള്ള കാരണം. അപ്പോൾ ഓക്സിജനും അപ്പോഴും മൈനസ് ചാർജ് അപ്പോഴും ഉണ്ട്. ACOH വന്നു, H+ ആയതുകൊണ്ട് OM വന്നിട്ട് OH ആയി. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഹൈഡ്രജൻ ഡബിൾ ബോണ്ടിലേക്ക് ഇത് അൺസാച്ചുറേഷൻ ഉള്ളതുകൊണ്ട് H ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഡബിൾ ബോണ്ട് OA. ഇതാണ് മൂന്നാമത്തെ പോസിബിലിറ്റി. പിന്നെ ഈ റീഅറേഞ്ച്മെൻറ്റ് സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. പിന്നെ ജനറലായിട്ട് നമ്മൾ മറ്റ് 4 ആൽക്കൈൽ 4 അരൈൽ സൈക്ലോഹെക്സനോൺസിനൊക്കെ ഇതേ റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 4 റീഅറേഞ്ച്മെൻറ്റ്സ് കേട്ടോ.